ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ക്യാപ്ഷൻസ് ഒക്കെ കാണും ലൈക്ക് മോഹൻലാലിന്റെ അനന്തരവൻ അദ്വൈത് നായർ ഒരു സിനിമ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓ ചത്ത പച്ച ഈസ് an upcoming ആക്ഷൻ എന്റർടൈനർ. ഫൈറ്റ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ അതിനെക്കാട്ടിലും നമ്മൾ എൻജോയ് ചെയ്യുന്ന വാട്ട് കീപ്സ് us കമ്മിങ് ബാക്ക് ഇസ് എ ഡ്രാമ. ആര് വിശ്വസിക്കാനാണ് ദാറ്റ് കൊച്ചിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്? അതെല്ലാവരും കേട്ടപ്പോൾ തൊട്ട് they were like okay this is wacky, it's over the top, but we're in. Before you get to look at the watch or your phone and all that, first avoid it. Okay. Before you can look at the phone or your watch, again like second avoid. Hi Adhvaith, welcome to Indywood, welcome to Deepdive. So glad to have you here. Thank you so much. Chatha Pacha. മലയാളികൾ ഇതുവരെ കേൾക്കാത്ത ടൈപ്പ് ഒരു ടൈറ്റിൽ, ഒരുപക്ഷെ ഒട്ടും പരിചിതമല്ലാത്ത ഒരു കഥാ സാഹചര്യം. ടീച്ചറൊക്കെ കണ്ടപ്പോൾ ലൈക്ക് ഓ മൈ ഗാഡ്. സോ ടെൽ us about Chatha Pacha. What is it about? Chatha Pacha is an upcoming action entertainer. Full on color ആണ്, celebration ആണ്, ഒരു അടിപ്പടമാണ്. But at its core it's an underdog story as well. It's just about a bunch of friends trying to make a living together, using their childhood dreams and all that. Yeah, I'm very excited to see how it comes. Now it's India's first WWE based film. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യയിൽ അങ്ങനെ വേറൊരു പടം വന്നിട്ടുണ്ടെന്ന്. സോ I'm excited. അപ്പോൾ സ്പീക്കിംഗ് അബൌട്ട് WWE നമുക്കറിയാം ഇറ്റ് ഈസ് ലാർജർ ദാൻ ലൈഫ്, ഇറ്റ് ഈസ് ബ്ലോക്ക് ബസ്റ്റർ, ഇറ്റ് ഈസ് rock and stone cold, okay? But Fort Kochi is raw, it's gritty, it's real, it is historic. For me, personally, these are two worlds which probably wouldn't collide. അപ്പോൾ അതൊന്ന് ഒരുമിപ്പിക്കാനുള്ളൊരു that wild idea, when did it strike you? Right, so like അനീജ് പറയുന്ന like I get the point, but എനിക്ക് ആക്ച്വലി ഫോർട്ട് കൊച്ചിനെ പറ്റി അതേ ആ ഫസ്റ്റ് യൂസ് ചെയ്ത വേർഡ്സ് തന്നെയാണ് എനിക്ക് ഫോർട്ട് കൊച്ചിയിലും I think it applies over there. Fort Kochi karum, they're loud, they're like very like they think out of the box. Oru ipo WWE la you see all kinds of characters like pala salangalina, pala behaviors, different backgrounds, different languages, okay? Like you still have foreigners and all living there. Adepole thanne if you go to Fort Kochi Mattancherry area, you have people from different backgrounds. It's like it's a beautiful mix of different cultures. ഇപ്പോൾ ഒരു ഗുജറാത്തി സ്ട്രീറ്റ് ഉണ്ട്, ഇപ്പോഴും മറ്റേ അവിടെ ബ്രിട്ടീഷ് റൂൾ ഏരിയൻ്റെ കുറച്ച് ബാക്കി ജനറേഷൻസ് യെസ്. അപ്പോൾ അതേപോലെ മലയാളികളിൽ തന്നെ ലൈക്ക് ആ ഒരു over the making of this film I've slowly learnt about the subtle differences between Fort Kochi and Mattancherry also. അത്രയും പോലും ഡിഫറൻസസ് ഉണ്ട് ഫ്രം സ്ട്രീറ്റ് ടു സ്ട്രീറ്റ് ഓർ ലൈക്ക് ഫ്രം ഏരിയ every 1 kilometer like things do noticeably change. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു that's there. But coming back to the original question, which is ആ ഒരു ഡിഫറൻസ് എനിക്ക് it was very important that ഒരു WWE പടം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ it's a very western concept and എനിക്ക് തോന്നുന്നു ഫണ്ടമെൻ്റലി എൻ്റെ റെഫറൻസസ് ഭയങ്കര വെസ്റ്റേൺ ആണ്. അപ്പോൾ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ ദറ്റ് ഇങ്ങനെ ഒരു മലയാളം പടം ചെയ്യുമ്പോൾ നല്ലോണം റൂട്ട് ചെയ്യണം. സോ യു സ്റ്റാർട്ട് ബൈ ഷോയിങ് ദി ഓഡിയൻസസ് എ വേൾഡ് ദറ്റ് ദേ ആർ ഫെമിലിയർ വിത്ത്, എ വേൾഡ് ദറ്റ് ഈസ് റിലേറ്റബിൾ ടു ദം, ആൻഡ് ദെൻ യു സ്ലോലി I think you have the liberty to take them as far as you'd like to take them. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫോർട്ട് കൊച്ചിയിൽ ഇഫ് വി ക്യാൻ സ്റ്റാർട്ട് ഓഫ് ലൈക്ക് നമുക്കറിയാവുന്ന ക്യാരക്ടേഴ്സ്, മോർ ഇമ്പോർട്ടൻ്റ്ലി WWE പോലെ വേറൊരു കോമ്പാറ്റ് സ്പോർട്ട് അല്ലെങ്കിൽ സിമിലർ സ്പോർട്ട് വുഡ് ബി ഗാട്ട ഗുസ്തി. ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ കൊച്ചി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ ഇറ്റ്സ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഹബ്സ് ഓഫ് ഗാട്ട ഗുസ്തി. ഇവിടെ പല ഫേമസ് റെസ്ലേഴ്സും ഒക്കെ വന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഫോർട്ട് കൊച്ചി ബീച്ചിൽ. ഇപ്പോഴും ഇറ്റ്സ് പഴയ പോലെ അത്രയും ഒരു പ്രോമിനൻസ് ഇല്ല, ബട്ട് എന്നാലും ദർ ആർ സ്റ്റിൽ സം ഗാട്ട ഗുസ്തി ഇതായിരുന്നു. അപ്പോൾ ഐ തോട്ട് ഇഫ് വി സ്റ്റാർട്ട് ഓഫ് ഫ്രം a bunch of characters who learned Gata Gusti, but they saw this WWE on TV. Okay. I think like it feels like something that they'll be like, ഇത് നമ്മൾ ചെയ്യുന്നതല്ല, പക്ഷെ കുറച്ചുകൂടെ കളറ്, കുറച്ചുകൂടെ മാസ്, കുറച്ചുകൂടെ ഒരു സെലിബ്രേഷൻ, കുറച്ചുകൂടെ ഓവർ ദ ടോപ്പ്, ഇങ്ങനെയൊക്കെ നമുക്കും ആയിക്കൂടെ എന്നുള്ളൊരു സാധനം. ആ ഒരു കണക്ഷൻ പോയിന്റ് ആയിരുന്നു എനിക്ക്. ദാറ്റ്സ് വാട്ട് കൺവിൻസ് മീ ദാറ്റ് യു നോ ഓക്കെ there is a Malayalam film about WWE in there somewhere. So that's the sort of like basic
connection. So, speaking about WWE, okay, being a 90s kid, or so-called 90s kid, this was so much part of our childhood. നമ്മുടെ growing up ൻ്റെ ആ സമയത്തുള്ള സൂപ്പർസ്റ്റാർസും കാര്യങ്ങളും. Then there was a age in my life when I was like, this is all fake. Then again, I'm going back to it. I'm like, this is brilliant storytelling. This is brilliant marketing. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ലൈൻ സ്റ്റോറീസും പരിപാടികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ I'm like, these guys are selling stories. So how inspired are you from their WWE storytelling? Very. Like adile what we don't realize is that actually fight ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ അതിനെക്കാട്ടിലും നമ്മൾ എൻജോയ് ചെയ്യുന്ന what keeps us coming back is the drama. Yeah. Right. ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോൾ ലൈക്ക് they've set up the next week's episode so well. ഇത് കണ്ടേ പറ്റുള്ളൂ, കണ്ടിട്ട് അടുത്ത ദിവസം തന്നെ സ്കൂളിൽ പോയി ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു സാധനമാണല്ലോ. സോ ഞാൻ ഇപ്പോൾ പ്രീവിയസ്ലി ചെയ്ത ഒരു ഇൻ്റർവ്യൂവിലും ദി ഇൻ്റർവ്യൂവർ ഷീസ് എ ഫ്രണ്ട്, ഷീ വാസ് ടെല്ലിങ് മീ ദറ്റ് ആക്ച്വലി നോക്കുവാണെങ്കിൽ WWE ലൈക്ക് ഇറ്റ്സ് എ സീരിയൽ ഫോർ മെൻ പോലെ, ലൈക്ക് ഫോർ ലൈക്ക് ലിറ്റിൽ ബോയ്സ് അങ്ങനെ. സോ ആം ലൈക്ക്, എൻ്റെ അമ്മോ ശരിയാണല്ലോ, നമുക്ക് ആ ഒരു ഡ്രാമയായിരുന്നു ഏറ്റവും വർക്ക് ആയിക്കൊണ്ടിരുന്നത്. സോ ഐ തിങ്ക് I was hooked on to it. ഞാൻ അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വേറൊരു കോറും. ലൈക്ക് ഒരു WWE പടം എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് ഐ ലൈക്ക് ടു കോൾ ഇറ്റ് WWE നൊസ്റ്റാൾജിയ ഫിലിം. അങ്ങനെ ആ ഒരു നൊസ്റ്റാൾജിയനെ പറ്റിയാണ്. കാരണം നമ്മൾ പണ്ട് കസിൻസിൻ്റെ ഒപ്പം ഹോളിഡേയ്സിനൊക്കെ കസിൻസൊക്കെ വരുമ്പോൾ നമ്മൾ ടി വിയിൽ ഇത് കണ്ട് ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുക, ബെഡിൽ പോയി അതേപോലെ കുത്തിമറിയുക, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റുക, അതേപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ഒരു റോ അല്ലെങ്കിൽ സ്മാക്ഡൗൺ ഒക്കെ കണ്ടിട്ട് അടുത്ത ദിവസം സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പറയുന്നു വെച്ചോ, നീ കണ്ടോ, കണ്ടില്ല എടാ ഇതൊക്കെ സംഭവിച്ചടാ എന്നൊക്കെ പറഞ്ഞു വീൽ സ്റ്റാർട്ട് പിക്കിംഗ് സൈഡ്സ്. നമ്മൾ ഇല്ല ഞാൻ ജോൺ സീനർ സൈഡാണ്, ഇല്ല മറ്റേ ആൾ അണ്ടർടേക്കറിൻ്റെ സൈഡാണ്, ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. സോ ദാറ്റ് ഈസ് ഇൻക്രെഡിബ്ലി റിലേറ്റബിൾ ടു അസ്. അതേപോലെ യു ഹാവ് ദ സ്റ്റോറി ഓഫ് two brother characters like Undertaker and Kane. One man is ഒരാളുടെ എന്താണ്, he comes from Death Valley. മറ്റേ ആൾ എന്തോ ഒരു തീപിടുത്തത്തില് മുഖമൊക്കെ മെൽറ്റായി പോയി, എന്നിട്ട് ഇവർ രണ്ടുപേരും വരുന്നു, ക്ലാഷ് ആവുന്നു, എന്നിട്ട് നമ്മള് പിന്നീട് ബെറീഡ് അലൈവ് മാച്ച്. സോ അവരുടെ ക്ലാഷില് നമ്മള് എന്താണ്, വി ആർ സോ ഇൻവെസ്റ്റഡ് ഇൻ ദിസ്. ലൈക്ക് ഒയ്യോ ചേട്ടനും അനിയനും, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് തെങ്കാശി പട്ടണത്തിലൊക്കെ ഈ ബ്രദേഴ്സ് സുരേഷ് ഗോപി ലാലൊക്കെ somewhere there are parallels you can draw. Like you see brothers fight and you're like, oh my god, അങ്ങനെയൊക്കെ ഒരു. സോ ഇതായിരുന്നു എൻ്റെ റൈറ്റർ സനൂപ് തൈക്കൂടം. Like he came in to help us like bring some Kochi flavor into the story, like help us write the screenplay and all that. അപ്പോൾ ഞാൻ ഓരോ വെസ്റ്റേൺ റെഫറൻസസ് പറയുമ്പോൾ പുള്ളിക്കാരൻ മലയാളം സിനിമയിലെ ഓരോ റെഫറൻസസ് ഒക്കെ പറയും. അങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു അമാൽഗമേഷൻ നടന്നത്. Lovely. So that's also there. So again, I just can't shake off the WWE thing of me. Growing up, who was your favorite superstar? John Cena. പക്ഷെ ഞാൻ ചുമ്മാ വെറുതെ പറയുമല്ല, ഐ നോ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ John Cena. ഞാൻ John Cena വന്നൊന്ന് when he was rising itself, അപ്പൊ തൊട്ട് എനിക്ക് അറിയാവുന്ന this guy is going somewhere. അപ്പോൾ I've been a fan of John Cena since like his like before he was like WWE champion and all that. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആസ് ഇൻ ഒരു ബിഫോർ 2010 ഞാൻ അത് കാണുന്ന കുറഞ്ഞായിരുന്നു. ബൈ ദാറ്റ് ടൈം നമ്മൾ വേറെ സ്പോർട്സ് ഒക്കെ കാണാൻ തുടങ്ങി. ഇപ്പോഴും ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഫുള്ളി അപ്ഡേറ്റഡ് വിത്ത് WWE സൂപ്പർ സ്റ്റാർസിനെ പറ്റി. കാരണം ഞാൻ കാണുന്ന ലൈക്ക് അറൌണ്ട് ദ ടൈം വെൻ ഐ റെഡ്യൂസ്ഡ് വാച്ചിങ് WWE, അന്ന് ജസ്റ്റ് ഒന്ന് എൻട്രി ആയിരുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു, ലൈക്ക് റോമൻ റെയിൻസ് അല്ലെങ്കിൽ കോഡി റോഡ്സ് ഒക്കെ. അവരിപ്പോ ലാസ്റ്റ് ഇയർ WrestleMania main event അവരാണ്. Yeah, John Cena just retired. John Cena his last match is happening this weekend. So it was I think it'll be a beautiful tribute to him. So we all grew up watching them. So again coming back to the storytelling idea, ipo Adhvaith paranja pole at a point we know it's all fake or it's all staged, but they were able to sell that story. So when you are stepping into the story, ipo Malayalam industry there is something very fresh happening in Malayalam cinema. We are getting noticed. So ഇത്തരത്തിലുള്ളൊരു സ്റ്റോറി സെല് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഞാനിത് ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോറി ആയിട്ട് പിച്ച് ചെയ്യാൻ തുടങ്ങി ഇറ്റ് വാസ് ഇൻ 2019. അപ്പോൾ there was not much confidence amongst producers and like ഞാൻ പോയി പിച്ച് ചെയ്ത ആക്ടേഴ്സിലൊക്കെ അവർ
എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ് ദാറ്റ് ആര് വിശ്വസിക്കാനാണ് ദാറ്റ് കൊച്ചിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. പക്ഷേ ദാറ്റ് വാസ് എ വെരി ഡിഫറെൻറ്റ് സ്റ്റോറി. ഓക്കെ, അതിന് കുറേ ഫ്ലോസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് മച്ച് മോർ സീരിയസ് വേർഷൻ ഓഫ് ഇറ്റ് സെൽഫ്. എന്നിട്ടാണ് ഞാൻ പിന്നെ ട്വീക്ക് ചെയ്ത് കുറേ കൂടെ റിലേറ്റബിൾ ആക്കി ഒരു മച്ച് മോർ ഫൺ വേർഷൻ ഓഫ് ഇറ്റ് സെൽഫ് ആക്കിയപ്പോഴാണ് പീപ്പിൾ സ്റ്റാർട്ടഡ് സീയിങ് ദാറ്റ് ഓക്കെ, maybe this could work. So Malayalam cinema has always been supportive, but like but it forces you to make the best version of itself. Appa, I really had to put in a lot of work, and then along the way I got these lovely friends that I made who then became my producers. Shihan, Ishan, along with the co-producer Ritesh Ramakrishnan. Appo avare idu kettappo thottu like അവരുടെ അടുത്ത് ഈ ഐഡിയ പറയുമ്പോൾ ഐ ഹഡ് ഫുള്ളി ലോസ്റ്റ് കോൺഫിഡൻസ് ഇൻ ദിസ്. ഞാൻ വേറൊരു ഐഡിയ ആയിട്ടാണ് ചെന്നത്. അവർ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഇങ്ങനെ ഒരു WWE ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ആർക്കും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്തായാലും can we hear it? So I showed them a pitch deck and they read it and they're like, bro, this is what we should be making. This is fresh. I'm like, what? You think so? Yeah, like why wouldn't you think that like the audiences here would love it? അങ്ങനെയാണ് എനിക്കും പിന്നെ ഒരു കോൺഫിഡൻസ് വന്നത്. സോ there's never been a doubt in the audience over here. എനിക്ക് എപ്പോഴും എവിടെയോ അറിയായിരുന്നു ദാറ്റ് ഇങ്ങനെ ഒരു സാധനം ഒന്ന് പ്രസന്റ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. സോ ദാറ്റ്സ് വാട്ട് ഐ എം സീയിങ് ഇൻ ലൈക്ക് ഏർലി പ്രൊമോഷൻസ് ഇസ് വെൽ. ഇപ്പോൾ ചത്ത പച്ച എന്ന് പറഞ്ഞൊരു WWE പടം വരുന്നുണ്ട് ഒക്കെ പറയുമ്പോൾ ലൈക്ക് സം പീപ്പിൾ സീം ടു നോ അബൌട്ട് ഇറ്റ്. അങ്ങനെ സോ ദാറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ടൈം ടു ബി പുട്ടിംഗ് ഔട്ട് എ ഫിലിം ലൈക്ക് ദിസ് ഇൻ എ ടൈം വെയർ Malayalam cinema was going through an amazing phase. I'm so grateful to be a small part of that and to be able to release the film. A small part and a big part of it. So, coming to the production journey of this film, I read somewhere it was not an easy journey. I mean, for the producers also, it was like ups and downs. Was there a point when you thought, oh my God, this was a bad idea, I'm gonna give up? No, ever since Shihan and Ishan came into the picture, not once. Not much. In times when my confidence was low, they would boost me up. I hope I was able to do the same for them as well. But before they came into the picture, ഞാൻ കുറച്ച് ഓൾമോസ്റ്റ് പോയിരുന്നു that okay, this is just ഇതൊരു സ്ക്രീൻ പ്ലേ സൈഡിലിരിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആയിരിക്കും എന്ന് ആലോചിച്ച ഒരു സമയമുണ്ട്. സോ ഈ ഒരു പ്രൊഡക്ഷൻ പരിപാടി കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് യുവർ ടെലിംഗ് ഒരു വൈൽഡ് ഐഡിയ ഇനീഷ്യലി അദ്വൈതിന് പോലും കോൺഫിഡൻസ് പോയ ഒരു ഐഡിയ. ബട്ട് ലുക്ക് അറ്റ് ദ കൊളാബറേഷൻസ്, ധർമ്മ പ്രൊഡക്ഷൻസ്, T-Series, Shankar and Loy's first Malayalam film. How? I have the same question. ഞാൻ ശങ്കർ ആൻഡ് ലോയിൻ്റെ സ്റ്റുഡിയോയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ എന്നുള്ള എൻ്റെ കണ്ണൊക്കെ നിറയുന്ന നമ്മള് ലൈക്ക് വാട്ട് യു സെഡ് ലൈക്ക് ഹൗ ലൈക്ക് അഗൈൻ ഇറ്റ് ബ്രിങ്സ് മീ ബാക്ക് ടു ദാറ്റ് ടൈം വേർ ലൈക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ വേർ ലൈക്ക് നോ വൺസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഐഡിയ ആൻഡ് സഡൻലി ലൈക്ക് it's like a smash cut to 3 years later and suddenly like so many people think this idea is interesting and I'm like what changed and like brings me to the point that the script changed. Okay. So that's where the core is. Okay. I guess like എന്തോ ഒരു ഫ്ലിപ്പ് അവിടെ നടന്നിട്ടുണ്ട് കുറേ ഡ്രാഫ്റ്റുകളുടെ ഇടയിൽ എന്തോ ഒരു ഫ്ലിപ്പ് I don't know what that is but suddenly like when people started hearing it like they were like oh this sounds great. We'd love to be a part of it. അപ്പോൾ ശങ്കർ ആൻഡ് ലോയ് പോലത്തെ ഒരു കൊളാബറേഷൻ ഒക്കെ എസ്പെഷ്യലി ലൈക്ക് it was only inevitable that they would come to Malayalam cinema at some point because ബോംബെയിലും മലയാളം സിനിമ എന്നൊക്കെ പറയുമ്പോൾ like they really love it. So like for them to choose this film like directed by a first time filmmaker by new producers, now that despite the confidence that we had like they showed confidence in us. They've been incredibly supportive. അപ്പോൾ it's humbling. അതേപോലെയാണ് ലൈക്ക് ധർമ്മയുടെ ഫസ്റ്റ് മലയാളം കൊളാബറേഷൻ എന്നൊക്കെ പറയുമ്പോൾ so happy to say this, you are also taking Malayalam cinema to like places we probably once only dreamt of. So congrats for that. Thank you. ഇങ്ങനത്തെ ഒരു ഫിലിം വരുമ്പോൾ there is again WWE നമ്മൾ കാണാറുണ്ട് ബാക്ക് സ്റ്റേജ് ഹൗ ദേ പ്രിപ്പയർ ദംസെൽസ് കാര്യങ്ങൾ.
actors and crew might have gone through an incredibly tough training time. Yes. Getting into it. Yes. So Arjun avate, Roshan avate, and Vishak avate, everybody might have given like probably their 200%. അപ്പോൾ ഇതിന് ചിലപ്പോൾ പ്രൊഡക്ഷൻ ഡിലേസ് ഉണ്ടായിരിക്കും, ലോങ്ങർ സ്കെഡ്യൂൾസ്, ട്രെയിനിങ് ടൈം. സോ വാട്ട് ഡു യു തിങ്ക് ഇസ് പ്രോബ്ലി ദ ഹുക്ക് ദാറ്റ് മെയ്ഡ് ദം ഡു ഇറ്റ്? Oh, I would again have to like say the script itself. കാരണം അതെല്ലാവരും കേട്ടപ്പോൾ തൊട്ട് they were like, okay, this is wacky, it's over the top, but we're in. അങ്ങനെ and like it's easy to say that, but like these are tough roles to pull off, like in terms of like the physical transformation that's required now. ഇപ്പോൾ എൻ്റെ ആക്ടേഴ്സിൻ്റെ ഫോട്ടോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ like you can see that like broad shoulders and biceps ഒക്കെ ഫുൾ സെറ്റായിട്ടാണ് നിൽക്കുന്നത്. സോ ലൈക്ക് ഇറ്റ്സ് ലവ്ലി ടു സീ ദാറ്റ്. ആൻഡ് ഇപ്പോൾ അവർ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ പോലും they've all been putting in the work from December of 2024. Okay. Ishan, one of my main 4 lead actors, he's been like putting in the work since I first like the project was first like on. That is എപ്പോഴും ലൈക്ക് late 2023. അപ്പോൾ തൊട്ട് ജിമ്മിൽ പോകുന്നു, ബോഡി സെറ്റാക്കുന്നു, ലൈക്ക് യുനോ ലൈക്ക് ബിൻ പ്രിപ്പയറിങ് മെൻ്റലി. റോഷൻ ഒക്കെ നേരത്തെ കേട്ട ഒരു ഐഡിയ ആയിരുന്നു. സോ ലൈക്ക് എല്ലാവരും ഒരു ഫിസിക്കൽ ട്രാൻസ്ഫർമേഷനൊക്കെ തുടങ്ങിയത് ഇറ്റ്സ് അറൗണ്ട് ലൈക്ക് ബാക്കി എല്ലാവരും അറൗണ്ട് ഡിസംബർ ഓഫ് ലാസ്റ്റ് ഇയർ. പിന്നെ ഒരു മാർച്ച് ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് വി സ്റ്റാർട്ടഡ് കാസ്റ്റിംഗ് കുറച്ച് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് ഫ്രഷ് ഫേസസ് ഓൾസോ. പിന്നെ അങ്ങോട്ട് എല്ലാവരും ഐ തിങ്ക് ഓൾമോസ്റ്റ് 3 months ഒരുമിച്ച് ട്രെയിൻ ചെയ്യുമായിരുന്നു. പല ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് വി ഹാഡ് ഷവൻ സത്യ എന്ന് പറഞ്ഞ അവരുടെ ഈ ഒരു ആക്ഷൻ ട്രെയിനിങ്. അതേപോലെ ഡേവിസ് തോമസ് എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ടായിരുന്നു ഫോർ ദ കണ്ടീഷനിങ്. അതല്ലാണ്ട് അവർക്ക് എല്ലാവർക്കും ഒരേതായ പേഴ്സണൽ ട്രെയിനേഴ്സും കൂടെ ജിമ്മിൽ വന്നു. സോ 3 different sessions ആൻഡ് ലൈക്ക് കാലണ്ടർ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ എല്ലാം ഗ്രൂപ്പ് സെഷൻസ് ആയിരുന്നു, ഓർ അറ്റ്ലീസ്റ്റ് പെയർസ് പോലെ. ആൻഡ് more than the transformation part, right? എനിക്ക് June 10th ഷൂട്ട് തുടങ്ങുമ്പോൾ പെട്ടെന്ന് മനസ്സിലായത് is that this training has been an incredible exercise in helping them bond. ഇതൊരു കൂട്ടം ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റിയാണ്, ചൈൽഡ്ഹുഡ് തൊട്ട്. അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ബിക്കോസ് ദീസ് ഗൈസ് ഗോട്ട് ഇൻക്രെഡിബ്ലി ക്ലോസ് ഡ്യൂറിങ് ദാറ്റ് ട്രെയിനിങ് പ്രോസസ്. അതിലാണ് എനിക്ക് ലൈക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയത്. മെയ്ഡ് മൈ ജോബ് മച്ച് ഈസിയർ. അപ്പോൾ പിന്നെ സെറ്റിൽ വരുമ്പോഴും കുറേ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഉണ്ട്. ആൻഡ് ലൈക്ക് ദേ ഹാർഡ്ലി യൂസ്ഡ് എനി ലൈക്ക് സ്റ്റണ്ട് ഡബിൾസ്. കുറേയൊക്കെ ലൈക്ക് നമ്മുടെ കലൈ കിങ്സ് എന്ന് പറഞ്ഞ നമ്മുടെ കലൈ മാസ്റ്ററാണ് ആക്ഷൻ ചെയ്തിരിക്കുന്നത്. സോ he was also like, he felt so confident in like being able to like throw any challenge at them and they would do it like എന്നിട്ട് തളർന്നിരിക്കും അവർ വീട്ടിൽ പോകുന്നു. പക്ഷെ എന്നും പാക്കപ്പിന് ശേഷം എല്ലാവരും ലൈക്ക് കുറച്ച് പേര് എന്നെ വിളിച്ച് പറയാ, മറ്റേ നീ ഹാപ്പി അല്ലേ? സോ ഹാപ്പി അല്ലേ? അത് മതിടാ, വാ നാളെ പൊളിക്കാം. ആ ഒരു മൂഡിലാണ് എല്ലാവരും വെക്കുന്നത്. സോ ദർ വാസ് ദിസ് ബ്യൂട്ടിഫുൾ ലൈക്ക് ട്രാൻസ്ഫേഴ്സ് ഓഫ് എനർജി ഗോയിങ് ഓൺ as well. ലൈക്ക് എല്ലാവർക്കും ഈ പ്രോജക്റ്റ് എങ്ങനെയും അങ്ങ് വിജയിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ എവ്രി വൺസ് വെയിറ്റിംഗ് ടു ജസ്റ്റ് ലൈക്ക് ബ്രേക്ക് ത്രൂ ടു ദറ്റ് നെക്സ്റ്റ് ലെവൽ, യു നോ, ലൈക്ക് പുഷ് ദിസ് ഫിലിം ഫോർവേഡ്. അപ്പോൾ എനിക്ക് മൈ ജോബ് വാസ് സത്യം പറഞ്ഞാൽ മച്ച് ഈസിയർ ബിക്കോസ് ദാറ്റ് ഐ ജസ്റ്റ് ഹാഡ് ടു ടേക്ക് എവ്രി വൺസ് എനർജി ആൻഡ് സോർട്ട് ലൈക്ക് ഷേപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ് ആൻഡ് ദെൻ ലൈക്ക് പ്രസന്റ് ഇറ്റ് ടു യു. അത്രയേ ഉള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാൻ. അതേപോലെ ക്രൂവിനെ പറ്റി പറയുവാണെങ്കിൽ my question was actually coming to the crew. The crew? Okay. Yeah. So I'll be missing a few names, but like I have to start with my writer itself. Like it's easy to write in a lot of like action sequences and all that, but in terms of comedy, in terms of making these characters human, Sanoop and his team, Amal, Adarsh and our associates, what they've been able to do has also been incredible. കാരണം ഇവര് ഫൈറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ലൈക്ക് യു നോ you need to like we need to want to see them win. Like, you know, we need to think that, you know, അവര് നമ്മളാണ്. ലൈക്ക് യു നോ നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം ഈ പടം കാണുവാണെങ്കിൽ ഈ കൂട്ടര് നമ്മുടെ ഈ ഒരു കൂട്ടം പോലെയാണ്. ലൈക്ക് യു നോ അവർ ജയിക്കുകയാണെങ്കിൽ നമുക്കൊരു വിൻ പോലെയാണ്. സോ അതൊക്കെ അതേപോലെ ദ റിലേറ്റബിൾ കോമഡി അതൊക്കെ അവരാണ് സെറ്റ് ചെയ്തത്. അതേ ലൈക്ക് അതർ ദാൻ ദാറ്റ് ആനന്ദ് സി ചന്ദ്രൻ, യു നോ, വൺ ഓഫ് മൈ dream DOPs to work with, who I got to work with, my Anandatan, he has also been incredible in this journey. Karanam Anandatan, he wanted to push it to the next level.
ലൈക്ക് ലെൻസിങ് ആണെങ്കിലും സോർട്ട് ഓഫ് ലൈറ്റിംഗ് ആണെങ്കിലും ഹിസ് ടീം രതീഷ് ഏട്ടൻ, സ്നേഹ, നിക്കി എന്നൊക്കെ പറഞ്ഞൊരു ഇൻക്രെഡിബിൾ ടീമുണ്ട് അവർക്ക്. ദർ ഓൾവേസ് എവറിത്തിങ്സ് ദേ ജസ്റ്റ് കീപ് തിങ്സ് മൂവിങ് ആൻഡ് ലൈക്ക് എനിക്ക് ചില സീക്വൻസസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ലൈക്ക് എസ്പെഷ്യലി ചില കുറച്ചൊരു സ്റ്റൈലിഷ് ഷോട്ടൊക്കെ വേണമെങ്കിൽ ആനന്ദേട്ടനൊരു 5x ടൈംസ് സ്റ്റൈലിഷ് ആക്കി തരും. ആൻഡ് ലൈക്ക് ഐ ആക്ച്വലി ആസ്ക്ഡ് ചേട്ടാ ഞാൻ ഇത്രയൊന്നും ചോദിച്ചില്ലല്ലോ, ലൈക്ക് ദിസ് ലുക്ക് സോ ഗുഡ്. സംടൈംസ് ചില ഷോട്ട്സ് ഒക്കെ കാണുമ്പോൾ എൻ്റെ ഒരു പടം പോലെ തോന്നുന്നില്ല, വേറെ ആരോ ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഫിലിം ലൈക്ക് ഞാൻ കാണുന്നു, ആ ഒരു ഫീലിംഗ് ആണ്. സോ ഐ എം സ്റ്റിൽ ഇൻ ഡിസ്ബിലീഫ്. ഈവൻ വെൻ ഇറ്റ് കംസ് ടു കോസ്റ്റ്യൂംസ് ആൻഡ് ഓൾ ദാറ്റ്, നോ ലൈക്ക് എൻ്റെ കളർ സെൻസ് വീക്കാണ്. ഞാൻ ഷോർട്ട് ഫിലിംസേ ചെയ്തിട്ടുള്ളൂ ഇതിനു മുമ്പ്. അപ്പോൾ ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ കളേഴ്സ് ഒന്നും പിക്ക് ചെയ്യാനുള്ള ലക്ഷറി ഇല്ല. നമുക്ക് കിട്ടുന്ന ലൊക്കേഷനിൽ അതേപോലെ അങ്ങ് ഷൂട്ട് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കോസ്റ്റ്യൂംസ് വെച്ച് അങ്ങനെ അങ്ങ് ചെയ്യുക. സോ കോസ്റ്റ്യൂം ടീമിൽ നിന്ന് അവരിങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങനെ ഇത് ഞാൻ എന്ത് പിക്ക് ചെയ്യാനേ എനിക്ക് സത്യമായിട്ട്. സോ ഐ ടോൾഡ് ആനന്ദേട്ടൻ ദ ഫസ്റ്റ് ഡേ ഐ നീഡ് യുവർ ഹെൽപ്പ് വിത്ത് ദിസ്. അതിനുശേഷം പിന്നെ ഇറ്റ്സ് ഓൾവേസ് ഗോട്ട് ടു ഹിം, ഹീസ് ടേക്കൻ കെയർ ഓഫ് ഇറ്റ്. അങ്ങനെ സിൻസ് ഐ മെൻഷൻ കോസ്റ്റ്യൂംസ് ഐ ഹാവ് ടു മെൻഷൻ മെൽവി as well. നമ്മുടെ ഇപ്പോൾ ഒരു ഫസ്റ്റ് ലുക്കിലൊക്കെ വന്നതിൽ ഐ എം ഷുവർ ഐ ഡോണ്ട് ഹാവ് ടു സേ മച്ച് അബൌട്ട് മെൽവി, കാരണം ഹിസ് സ്റ്റേറ്റ് അവാർഡ് സ്പീക്സ് ഫോർ ഹിം. സോ അപ്പോൾ ഈസ് എ ബ്രില്യൻറ്റ് കൊളാബറേറ്റർ. the work that he's done with like എല്ലാവർക്കും എൻ്റെ ഒരു ബ്രീഫ് ചെയ്യുന്ന ഇറ്റ് വാസ് ദാറ്റ് നല്ലോണം ഈ ഓവർ ദ ടോപ്പ് കോസ്റ്റ്യൂംസ് ഒക്കെ ആണെങ്കിലും നല്ലോണം റിലേറ്റബിൾ മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യണം, ലൈക്ക് മലയാളിഫൈ ചെയ്യണം, ഇന്ത്യനൈസ് ചെയ്യണം. ആൻഡ് ലൈക്ക് he took that brief and like went crazy with it, like so appo adu teaser la I'm sure you've seen like what all he's done, like inim cinemailum inim reveal avanundu. Of course we are waiting for it. So teaser la kandathu then it was like okay. So so adevole my art director Sunil Das, my stunt action choreographer like Kalai master, ആരൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ഐ എം ഗോയിങ് ബ്ലാങ്ക്. No problem, but I mean to acknowledge, I mean probably it's the camaraderie that makes better of a film. So ഇപ്പോൾ കലൈ മാസ്റ്റർ പറ്റി പറയുമ്പോൾ because this being lot of action sequences, കാരണം നമ്മൾ കണ്ട് വളർന്നിട്ടുള്ള റെഫറൻസുകളുണ്ടല്ലോ WWE-ൽ, ഇറ്റ്സ് ക്രേസി ടു എക്സിക്യൂട്ട്. സോ ഒരു കലൈ മാസ്റ്റർ ഈ വർക്ക് ചെയ്യുമ്പോൾ what was your working chemistry like? I mean, are you trusting him with the moves or do you have big references to show it to him? Yeah. So, firstly, I have to start off by saying that Kalai Master is probably the biggest WWE fan in our team. Okay. പുള്ളിക്കാരനെ മീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ലൈക്ക് ജോയിൻ ചെയ്യണം ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ he was so happy because he was saying പല പടങ്ങളിൽ ഈ WWE മൂവ്സ് ഒക്കെ പുള്ളി ആക്ഷനിലേക്ക് ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ദേ വിൽ സ്റ്റോപ്പ് എന്ന് ഇല്ല, അയ്യോ അത് ഭയങ്കര ഓവറാണ് പറഞ്ഞു. സോ ഹി വാസ് വെയിറ്റിംഗ് ഫോർ സംതിങ് ലൈക്ക് ദിസ്. അബ്സല്യൂട്ട്ലി. ഇങ്ങനത്തെ ഒരു ആ റിങ്ങിൽ കയറിയ പിന്നെ ലൈക്ക് നത്തിങ് ഇസ് ടു മച്ച്. യു വാണ്ട് ടു മച്ച്, റൈറ്റ്? ലൈക്ക് യു വാണ്ട് ദാറ്റ് ഒരു എക്സ്ട്രാ ഓവർ ആക്കണം കുറച്ച്. ആ ഒരു ഇൻ ടേംസ് ഓഫ് ലൈക്ക് ഭയങ്കര തിയാട്രിക്കൽ ആണ്, ഭയങ്കര funny, like very stylish, like the flips have to look flippier, the punches have to look punchier. Speaking of punches, one of our briefs to him was that ipo WWE നോക്കുകയാണെങ്കിൽ എല്ലാം കോമ്പിനേഷൻ മൂവ്സ് ആണല്ലോ, ഒറ്റ ഒരു വേറെ കോമ്പാറ്റ് സ്പോർട്സ് പോലെ ലൈക്ക് പഞ്ച് കിക്ക് അല്ല. സോ ദാറ്റ്സ് ദ വൺ ബേസിക് തിങ് ദറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ദാറ്റ് ടു മേക്ക് our action look different is that no punches, no kicks. Okay. അങ്ങനെ ആ ഒരു ബേസിക് ബ്രീഫിൽ നിന്ന് ആസ് പാർട്ട് ഓഫ് എ കോമ്പിനേഷൻ മൂവ് എന്തെങ്കിലും കിക്ക് വന്നാൽ ആയി, അല്ലെങ്കിൽ ഒരു റെഫറൻസിന്റെ ഭാഗം ആയിട്ട് വന്നാൽ ആയി. സോ ബാക്കി ദാറ്റ് ഇറ്റ് സെൽഫ് ഐ തിങ്ക് മേഡ് ഇറ്റ് ലുക്ക് ഡിഫറെൻറ്റ്. സോ കലൈ മാസ്റ്റർ ആ ഒരു ബ്രീഫ് കൊടുത്തു. വി വെൻറ്റ് ഇൻ വിത്ത് നമ്മുടെ കയ്യിൽ ഇപ്പം ഞാൻ തന്നെ 2019 തൊട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള WWE വീഡിയോസ് ഉണ്ട്. WWE കാട്ടിലും എൻ്റെ കുറച്ചുകൂടി ഒരു വലിയ റെഫറൻസ് വാസ് ദി സ്മോൾ little wrestling clubs in different cities in the US. Like അവിടെ നിന്നാണ് എനിക്ക് ആ ഒരു അണ്ടർഡോഗ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു അണ്ടർഡോഗ് സ്റ്റോറി ആക്കാനുള്ള ഒരു ഐഡിയ കിട്ടിയത്. ബിക്കോസ് ദർ ആർ ഇങ്ങനെ ചെറിയ ചെറിയ റെസ്ലിംഗ് ക്ലബ്സ് ഉണ്ട് വെയർ ത്രൂ ഔട്ട് കൺട്രീസ് ലൈക്ക് US or even Mexico and all that.
working class people, like ഒരു taxi driver, ഒരു person who works at a bank, ഒരു school teacher, a butcher and all that. These guys get together once or twice a week. ഒരു local സ്കൂളിൻ്റെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടൊക്കെ ഒന്ന് റെൻറ്റ് ചെയ്തിട്ട് they'll itself come after work once or twice a week and then like put together a ring. They'll help each other. Costumes ഒക്കെ ഇടാൻ ഹെൽപ്പ് ചെയ്യും. മേക്കപ്പ് ഒക്കെ തമ്മിൽ ഇങ്ങനെ ഇട്ട് ഒരു 9 മണി രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ ഒരു ബിയർ കുപ്പികളൊക്കെ കാണും. അവർ വന്ന് അവർക്ക് they start living out their dreams that they couldn't like fulfill in a way. You know, they turn into wrestlers once or twice a week. And അടിച്ച് പൊളിച്ച് ഫൈറ്റ് ഒക്കെ ചെയ്ത് ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്ത് പിന്നെയും they will go back to their own work. അവിടെ നിന്നാണ് എനിക്കൊരു സാധനം വന്നത്. സോ അങ്ങനത്തെ റെസ്ലിംഗ് ക്ലബ്സിൻ്റെ കുറേ റെഫറൻസസ് ഉണ്ടായിരുന്നു. One of my references was the main shot that you might have seen in the teaser. എല്ലാവരും തലയിങ്ങനെ പിടിച്ചൊരു സ്റ്റണ്ണർ പോലെ ചെയ്യും. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ലൈക്ക് യുനോ. പക്ഷെ ആ വീഡിയോ ദാറ്റ്സ് ഇൻ എ സ്മോൾ റെസ്ലിംഗ് ക്ലബ്. അതിൽ ഓരോ ആളിങ്ങനെ പിടിച്ച് അവസാനം റെഫറിയാണ് വന്ന് ഇവരെ ചവിട്ടിയിട്ട് ആ മെയിൻ സ്റ്റണ്ണർ ചെയ്യുന്നത്. സോ അവിടെ നിന്നാണ് അന്ന് തൊട്ട് എനിക്ക് എൻ്റെ ഐഡിയയിലുണ്ടായിരുന്നു ടീസർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഷോട്ട് വരണം. പടത്തിലുണ്ട്. ബട്ട് യാ, സോ these are the sort of references that we gave him. Shihan, Ishan, പിന്നെ even a lot of our other actors, Datu എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ദ ബിഗ് റെസ്ലിംഗ് ഫാൻസ്. അപ്പോൾ അവരും ഐഡിയാസ് പറയും. ഒരു മാസ്റ്റർ ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഇങ്ങനെ ഒരു കൊറിയോ ചെയ്ത് നോക്കാൻ പറയുമ്പോൾ ഇതിൽ ബി ഹൗ അബൌട്ട് വി ആഡ് ദിസ് ഓൾസോ, ക്യാരക്ടർ വൈസ് അത് കുറച്ചുകൂടെ വർക്ക് ആവുമായിരിക്കും ഇങ്ങനെ ഒരു എഡിഷനൊക്കെ വന്നാൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. So that's all. I literally just had to like filter a lot of everyone else's ideas. It's just that I served as like one starting point of the role. Lovely. So I was speaking to Mujid last week. So he told me regarding the background score and stuff. നമുക്കിപ്പോൾ WWE നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള, probably we are playing it in the background, we are trying to walk. So what was the kind of background score and OST that we can expect out of this film? Oh, you can expect a very raw, very scrappy, very fun. There's a reason why I'm saying scrappy. Other cinema കാണുമ്പോൾ മനസ്സിലാവും. It's a very fun, very happening film. ഒരു രീതിയിലും സട്ടിൽ അല്ല ഈ പടം. It's a very loud film, but that will fully reflect in the score. It will keep it moving. The hope is that by like before you think that you get to look at the watch or your phone and all that, first half of it. Okay. Before you can look at the phone or your watch again, like second half of it. അത്രയും ഒരു സ്പീഡിൽ പോകണം എന്നാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ്സ് ദാറ്റ് ഷോർട്ട്, ബട്ട് ആ ഒരു പേസിലങ്ങ് പോകണം. ഇറ്റ്സ് എ വെരി യങ് ഒരു, നമ്മൾ കുട്ടിക്കാലത്ത് ഈ WWE കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല, ആ ഒരു അതേ എനർജി റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് എനർജി ആയിരിക്കണം ഈ സിനിമയുടെ. I can see that energy right now. So, which is lovely. So now coming back to Adhvaith Nayar, okay, I have to talk about of course, the much talked about connection. So, ഇപ്പോൾ ലാലേട്ടനുമായിട്ട് ഏത് രീതിയിൽ ഒരു ബന്ധമുള്ള ഒരാളായാലും that comes with a lot of expectations. I mean, him being him and you being connected to him, ആ ഒരു ബാഗേജ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നോട്ട് റിയലി, ബിക്കോസ് എനിക്ക് ഓഫ് കോഴ്സ് ഇപ്പോൾ കുറച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഇപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് മെയിൻലി. അപ്പോൾ സോ നൗ ഐ ആം ലൈക്ക്, ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ക്യാപ്ഷൻസ് ഒക്കെ കാണും, ലൈക്ക് മോഹൻലാലിൻ്റെ അനന്തരവൻ അദ്വൈത് നായർ ഒരു സിനിമ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓ ഓക്കെ. അങ്ങനെ ഇത്രയും നാൾ അങ്ങനെ വലുതായിട്ടില്ലായിരുന്നു. It's always been very important to me to make him proud. He's not just my uncle, he's also my mentor. I've assisted him. I've worked with him on 2 films. I've assisted on 2 of his films. Appo in that sense, to make the entire family proud. Advananda മാമനും കൂടെ ആയതുകൊണ്ട്, like just like all my uncles, I want to make them proud, my entire family. കാരണം they've seen the struggle phase. Like ലാൽമാമനും ഒരു സ്ട്രഗിൾ ഫേസ് ഉണ്ടായിരുന്നല്ലോ, അത് എൻ്റെ ഫാമിലിയിലെ സീനിയേഴ്സൊക്കെ അത് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ദേ വിൽ ടെൽ us, you know, വിചാരിക്കുന്ന പോലെ ഈസി അല്ല, you know, it's and they always have like this legend to point out to, saying, you know, he's up there because he struggled. നിങ്ങളൊക്കെ ജനിക്കുമ്പോഴത്തേക്ക് he was at the top. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടൊന്നും പോവല്ലേ. സോ വി സോർട്ട് ഓഫ് ന്യൂ വാട്ട് വി ഗെറ്റിംഗ് ഇൻടു. അപ്പോൾ എല്ലാവർക്കും ഒരു കൺസേൺ ഉണ്ടായിരുന്നു, you know,
ശരി കുറച്ച് നാളായിട്ട് അവനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, എപ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കുന്നത്. ബട്ട് എവ്രി വൺ വാസ് വെരി സപ്പോർട്ടീവ്. ആ വറി ഉണ്ടായിരുന്നു. സോ ഫോർ ദ സേക്ക് ഓഫ് എവ്രി വൺ ഇൻ അറ്റ് ഹോം ഹു വറീഡ് ഫോർ അസ്, ഇറ്റ്സ് അതുകൊണ്ട് ഐ റിയലി ഹോപ്പ് ഐ മേക്ക് ദം പ്രൗഡ്. ആ ഒരു വെയിറ്റ് മാത്രമാണ്. You will. So pretty much sure right now. So also talking about mentorship, you have worked with Lal sir in 2 films, and your CV looks incredible. Worked with Jeetu Joseph, Rajiv Ravi, and the man himself, Mohanlal. So ഗീതു മോഹൻദാസ് സാർ. Geetu Mohan. Oh, so Muthon. How can I forget? Sorry, my bad. So again, ഈ പറഞ്ഞവരെല്ലാം, it's all different working style, different working relationship. So how has, I mean, tell me about it. I'm very curious to know each of their working style and your relationship with them. അത് ഇൻറ്റൻഷണൽ ആയിരുന്നു. ദാറ്റ് യുനോ എനിക്ക് അസിസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പലതരം ഫിലിം മേക്കേഴ്സിനെ അസിസ്റ്റ് ചെയ്യണമെന്നുണ്ട്. സോ ഗീത് ചേച്ചിനെ ഞാൻ എൻ്റെ ലൈക്ക് ദിസ് വിൽ ബി എ സ്ലൈറ്റ്ലി ലോങ് ആൻസർ. No problem. You have all the time. Cool. So ഗീത് ചേച്ചിനെ ഐ ഹഡ് റീച്ച്ഡ് ഔട്ട് ടു ഹർ. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതാണ്. 4 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്തു ഹൈദരാബാദിൽ. അപ്പോൾ ബിഫോർ മൈ ഫൈനൽ ഇയർ സ്റ്റാർട്ടഡ് ഐ റീച്ച്ഡ് ഔട്ട് ടു ഗീത് ചേച്ചി ബിക്കോസ് ഞാൻ ലയേഴ്സ് ഡൈസ് കണ്ടിട്ടുണ്ടായിരുന്നു. ലവ് ദാറ്റ് ഫിലിം ആൻഡ് ഷീ ഹാഡ് എ വെരി യുണീക്ക് വോയിസ്. അപ്പോൾ ഐ വോണ്ട് ടു സീ വാട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് ടു അസിസ്റ്റ് ഹെർ. അപ്പോൾ ഐ ഹേർഡ് ദാറ്റ് ഒരു നിവിൻ പോളി പടം വരുന്നുണ്ട്, അടിപൊളി ഫസ്റ്റ് ലുക്ക് ആയിരുന്നു, മൂത്തോൺ പറഞ്ഞൊരു റെഡിഷ് ഒരു പോസ്റ്റർ. So I reached out to her. I got to work with her shoot for a few days. പിന്നെ കഴിഞ്ഞു, I had to go back for my final year graduation film ഒക്കെ ചെയ്തു. പിന്നെ കോഴ്സ് തീരാറായപ്പോൾ I reached out to her saying again like you know what's up, like എന്താണ് പരിപാടി. അപ്പോൾ she was in the middle of post, ഒരു റഫ് എഡിറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സാർ വാ പോരെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും ഗീത് ചേച്ചിയും തന്നെയായിരുന്നു പല പല ഫെസ്റ്റിവൽസിനൊക്കെ ഇങ്ങനെ അയക്കുന്നു. ഓരോ തവണ ലൈക്ക് വി ചേഞ്ച് ദി എഡിറ്റ് അപ്പ് ആൻഡ് ലൈക്ക് one thing I always say to people around me is that നമ്മൾ അസിസ്റ്റ് ചെയ്യുമ്പോൾ യു ഹോപ്പ് ടു ലേൺ സർട്ടൻ തിങ്സ്. പക്ഷെ അത് സെറ്റിൽ പോകുമ്പോൾ അത് most probably like you won't learn. കാരണം സെറ്റിൽ യു ആർ ജസ്റ്റ് trying to get things done. It's ഒരു managerial sort of job. It's just getting tasks done. But a lot of the learning happens in pre-production and post-production. Directors-നൊപ്പം ചെയ്യുമ്പോൾ കാരണം it's most of the time it's just you and them. Yeah. So you get to see them make decisions. You get to see their aesthetics. You get to see how their brain works. അപ്പോൾ മെയിൻലി എനിക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരുന്നപ്പോൾ ഐ ഗോട്ട് ടു സീ ലൈക്ക് കിരൺ ദാസ് എന്ന് പറഞ്ഞ എഡിറ്ററൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരൊക്കെ ഒപ്പം ഇങ്ങനെ ഇരുന്ന് അനുരാഗ് കശ്യപ് സാർ ഉണ്ടായിരുന്നു. ഐ ഗോട്ട് ടു സീ ഹിം ഡു ലൈക്ക് മേക്ക് കട്ട്സ് ടു ദ ഫിലിം ആൻഡ് ഓൾ ദ ഓൺ ഹിസ് ഓൺ. അപ്പോൾ അങ്ങനെ കുറേ ലേണിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. അപ്പോൾ തന്നെ എനിക്ക് രാജീവ് സാറിനെ അറിയായിരുന്നു, എനിക്ക് ഫിലിം സ്കൂൾ സമയം തൊട്ട്. സോ ഇടയ്ക്ക് രാജീവ് സാർ അവിടെ ഒരു തെലുങ്ക് പടമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ വരുമ്പോഴേക്ക് എന്നെ വിളിക്കുമായിരുന്നു, വാ നമുക്ക് കഴിക്കാൻ പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. ഹി യൂസ് ടു ടേക്ക് മീ ഔട്ട് ടു ഡിന്നർ ആൻഡ് ഓൾ ദ വെരി സ്വീറ്റ് മാൻ. സോ ആഫ്റ്റർ മൂത്തോൺ ഐ വർക്ക്ഡ് ഓൺ തുറമുഖം രാജീവ് സാറിനൊപ്പം. ആൻഡ് ഫ്രം ഹിം ഹി ഈസ് വെരി സ്വീറ്റ്, വെരി കാം, ലൈക്ക് യു നോ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലൈക്ക് വെരി അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ ഒരു ലൊക്കേഷൻ വർക്കൗട്ട് ആവുന്നില്ല ലാസ്റ്റ് മിനിറ്റ്, അല്ലെങ്കിൽ ഇന്നൊരു ആർട്ട് പ്രോപ്പർട്ടി എത്തിയിട്ടില്ല പറയുകയാണെങ്കിൽ, if there is a way around it, he won't make a fuss. Okay. He won't like, not that any of these other people do, but like just noticeably he won't make a fuss. And like എല്ലാവരും അത് രാജീവ് സാറിനെ പറ്റി പറയാറുണ്ട്, വെരി chill. Okay, fine, what else can we do? അങ്ങനെ he'll just move on. But his vision, you know, like he improvises a lot സെറ്റിലൊക്കെ വന്നിട്ട്. So to see him doing that and all that, brilliant, beautiful. So to work with that couple was amazing. Like എൻ്റെ ഒരു കമ്മട്ടിപ്പാടമൊക്കെ എൻ്റെ one of my all-time favorite films ആണ്. എന്നിട്ടാണ് പിന്നെ ജീത്തു സാറിൻ്റെ അടുത്തേക്ക് വരുന്നത്. He's a master at what he does. He's like what you don't see on the outside is that how well he takes care of his team. How well his like ജീത്തു സാറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ മെയിൻലി ഓൺ സെറ്റ് എനിക്ക് പഠിക്കാൻ പറ്റിയത് is that if you are open to ideas to the people around you, if you make them feel that you know that you are a valuable part of my team, don't hesitate to tell me anything, or you're a valuable part of my team, which is why I want to update you
on like the latest things, changes happening. കാരണം Malayalam cinema or like South Indian cinema in general we are forced to change things a lot last minute ലൊക്കെ. Very rapid. And കുറേ തവണ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ക്ലൂലെസ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ പിന്നെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പേടിയായിരിക്കും ചോദിക്കാം, സാർ എന്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ പേടിയായിരിക്കും. അപ്പോൾ Jitu sir used to update us, and like he was very structured, and like he was very fast as well, very efficient. Appo that is something I try to carry over in our film as well. Ennittana I came to this big 3D film which my uncle was directing, Barros. And over there, like I saw the struggles of, like, you know, he has to act and he has to direct all at once and all that, but in the middle of that he's trying to make people laugh, he's keeping the set very friendly. ഒരു വിഷൻ ഉണ്ടായിരുന്നു, that you know, like ഇങ്ങനെ ആയിരിക്കണം, that you know, like he was very particular about certain things, and like there was a grand vision and all that. അതൊക്കെ അപ്പോൾ I got to see up close. അപ്പോൾ ഞാൻ അതിൽ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ നോക്കുമായിരുന്നു, അതിന് കുറേ വഴക്കമൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. സോ that's been my relationship with all these people. എല്ലാവരുടെ അടുത്തുനിന്നും I've had certain values that I really held on to, and I try to apply all of that. അതല്ലാണ്ട് എനിക്ക് ഒരു മെന്ററും കൂടെ ഉണ്ട്, who I haven't assisted per se, but very close to Anil Radhakrishnan Menon എന്ന് പറഞ്ഞ director. He's also been like one of എൻ്റെ entire gang into one of our biggest supporters. ഇപ്പോഴും കൊച്ചിയിൽ വരുമ്പോൾ we'll meet. I've got to learn a lot from him. എനിക്ക് അനിലേട്ടൻ്റെ ഒരു generally I tend to think a bit quirky. Like എന്തൊരു ടൈപ്പ് സീനാണെങ്കിൽ ചെറിയൊരു ക്വർക്കിനെസ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും. അനിലേട്ടനും അങ്ങനെ ചെയ്യും. ആൻഡ് ലൈക്ക് ഇറ്റ്സ് ത്രൂ ഹിം ദറ്റ് ഐ ലേൺഡ് അബൌട്ട് ദി, ഞാൻ ഭയങ്കരമായിട്ട് കുറച്ച് ഓവർ പ്ലാൻ ചെയ്യുന്നൊക്കെയാണ്, ഇതൊക്കെയാണ് എൻ്റെ ഷോർട്ട് വിഷൻ എന്നൊക്കെ. എന്നിട്ട് ത്രൂ ഹിം ദറ്റ് ഐ ലേൺ ദറ്റ് യു നോ, ലൈക്ക് വെൻ യു മേക്ക് എ ഫിലിം, ലൈക്ക് ഓക്കെ ഫൈൻ, ഗോ ഇൻ വിത്ത് എ പ്ലാൻ, ദെൻ ജസ്റ്റ് ബ്രേക്ക് ഇറ്റ്, ലൈക്ക് യു നോ, ബി ഓപ്പൺ. എന്തെങ്കിലും പുതിയതായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ടേക്ക് ഇറ്റ്. ആൻഡ് ഐ ഡിഡ് എ ലോട്ട് ഓഫ് ദാറ്റ്, and that's when you get to have fun on set. കാരണം if you leave some space, no, പിന്നെ നമുക്കറിയത്തില്ലല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. And because ours is like an entertainer film as well, actors ഇങ്ങനെ if you give them that space, അവർ ഒരു ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ തരും, അടിപൊളിയായി കാണാൻ. So അങ്ങനെ I got to have fun as well. So ഇപ്പോൾ you are the captain of the ship. ആ സെറ്റ്, ആ ഒരു സിനിമ, you are the captain of the ship. So ഇപ്പോൾ ഈ അസിസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ, so we have heard a lot of stories about the kind of pressure that assistant directors are on. I mean, we have not really heard really great stories about them being ill-treated, them everybody, I mean, ആ സെറ്റിലുള്ള എല്ലാവർക്കും എല്ലാ ഫ്രസ്ട്രേഷനും തീർക്കാൻ പറ്റുന്ന ഒരു കൂട്ടമായിട്ടാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഹൗ വാസ് ഇറ്റ് ഓൺ യുവർ സെറ്റ്? വാട്ട് വാസ് യുവർ ഐഡിയ? ലൈക്ക് my set is going to be like this. So was there any purposeful change that you brought in your set? Yes, I hope so. കാരണം അസിസ്റ്റ് ചെയ്യുന്ന സമയത്തും like you know, it need not, like ഇപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് like you said, എവിടെ എന്തെങ്കിലും പാളിപ്പോണെങ്കിൽ ആദ്യം വിളിക്കുന്ന ADs-നെയൊക്കെ ആയിരിക്കും. നമ്മൾ അറിയാത്ത കാര്യത്തിനൊക്കെ ചിലപ്പോൾ നമ്മൾ വഴക്കൊക്കെ കേൾക്കേണ്ടിയൊക്കെ വരും. അത് I guess part of the process, or I don't know. But generally like I was very particular in like who I chose to be a part of my direction team. എല്ലാവരും എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ലൈക്ക് എൻ്റെ ഒരു ADing എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ everyone is more experienced than me. Like every single person. And I think taking care of your ADs can also like really come down from your chief. Your chief associate director. I had two brilliant chief associate directors in this film. Arish Aslam, Jibin John എന്ന് പറഞ്ഞത്. അതേപോലെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ലൈക്ക് സിദ്ധാർത്ഥ്, വിഷ്ണു, അൽതാഫ്, അതേപോലെ മൈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അഗൈൻ അനദർ വിഷ്ണു ബാലൻ, സേതു, പരീക്ഷത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഐ വാണ്ടഡ് ടു നെയിം ദം. Lovely to hear. So like they're all much more experienced than me, and like whenever I've gotten impatient and everything, they've been very understanding. But ഇപ്പോൾ അവർ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ if there's something and all going wrong or there's some delay, മാക്സിമം എന്നെ അറിയിക്കാണ്ട് നോക്കിയിട്ടുണ്ട്. കാരണം I think they were way more mature than me in understanding that അദ്വൈതിൻ്റെ ഫസ്റ്റ് പടമാണ്, എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ആ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഇൻ ജനറൽ ലൈക്ക് എൻ്റെ മൈ ചീഫ്സ് അരിഷിക്കയും ജമിൻ ചേട്ടനും, ഞാൻ ഇതുവരെ അവർ എൻ്റെ
അസോസിയേറ്റ്സിനോ ADസിനോ ഒന്നും വഴക്ക് പറയുന്നത് കണ്ടിട്ടില്ല. ഞാനിപ്പോൾ നമ്മുടെ ക്രൗഡ് സീൻസിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ഇംപേഷ്യൻസിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അവരൊന്നും പറഞ്ഞിട്ടില്ല. അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ നോ ദറ്റ് മാറി എന്ന് എടാ ഇത് ചെയ്ത് ശരിയായില്ല. ഐ തിങ്ക് I was blessed with a beautiful direction team on this one and they made my life so easy. Like ഞാൻ എൻ്റെ ആനന്ദേട്ടനെ പറ്റിയോ അല്ലെങ്കിൽ സനൂപിനെയോ എൽവിനെ സുനിലേട്ടനെയൊക്കെ പറ്റി പറയുമ്പോഴും like it's all happening because these guys are keeping it going and like വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം കുറേ ക്രൗഡൊക്കെ ഉള്ള കുറേ ദിവസങ്ങളൊക്കെ ഉണ്ട്. സോ ഞാനിപ്പോൾ തന്നെ ഫിലിമിൻ്റെ ഇൻസ്റ്റാ പേജ് കാണുമ്പോഴേ ഐ ക്യാൻ സീ you're acknowledging each and every crew member there, and it's so lovely to see. There's not even a question, I'm just saying, because the kind of validation that they get through it is incredible. Superb job on that. Thank you. That adinum my full credit goes to my production producer Shihan ekkana adinte allengi just the how the film has been projected okay, that's Shihan who's been doing that. It's very important to us as a team that we name our collaborators. Ido oru cinema ingante oru cinema ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് ഒരാൾക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തില്ല. ലൈക്ക് ഐ ഹവ് നോട്ട് ഡൺ മച്ച് വർക്ക് ഇൻ ദിസ് ഫിലിം. എവ്രിവൺസ് മെയ്ഡ് ഇറ്റ് വെരി ഈസി ഫോർ മീ. But it's great to see how you function as a team, man. Seriously. Thank you. And now coming back to your cinematic influences. അത് മലയാളം സിനിമ, വെസ്റ്റേൺ സിനിമ എല്ലാം ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഓഫീസിലിരുന്ന് ചുമ്മാ ഇടയ്ക്ക് സിനിമാ ചർച്ചകളൊക്കെ പറയും. നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്നത് മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു കണ്ടിട്ടും ഗോഡ് ഫാദർ കണ്ടിട്ടൊക്കെയാണ്. പിന്നീടാണ് നമ്മൾ വേൾഡ് സിനിമ അങ്ങനെയൊക്കെ എന്നുള്ള എക്സ്പോസ് ആവുന്നത്. സോ വാട്ട് വാസ് യുവർ മൊമെന്റ് ഓഫ് ഇൻസ്പിറേഷൻ? ഈ ഒരു സിനിമ കണ്ടിട്ട് മൈ ഗോഡ് വാട്ട് എ മൂവി എന്ന ഒരു നമ്മൾ റിയലൈസേഷൻ ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഏതായിരുന്നു? ഇപ്പോൾ അനീജ പറഞ്ഞ പോലെ യു സ്റ്റാർട്ടഡ് ഫ്രം മലയാളം സിനിമ, യു ഡിസ്കവേർഡ് ലൈക്ക് വെസ്റ്റേൺ സിനിമ, ലൈക്ക് ക്ലാസിക് ഫിലിംസ് ആണോ അതൊക്കെ. എനിക്ക് കുറച്ചുകൂടെ ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്ക് കറണ്ട് മലയാളം സിനിമയെ പറ്റി അറിയുമായിരുന്നു. But I moved on to Western cinema and then came back to the classics of Malayalam cinema. അതല്ലാണ്ട് ഇപ്പോൾ പറയുവാണെങ്കിൽ ഞാൻ ഫിലിം സ്കൂളിൽ പോയപ്പോൾ ഹൈദരാബാദിൽ പോയപ്പോൾ ദ പ്ലാൻ വാസ് ഹൈദരാബാദിൽ നിന്ന് നേരെ ബോംബെയിലേക്ക് പോകുന്നു ഒരു AD ആയിട്ട് വർക്ക് ചെയ്യാൻ. ആൻഡ് ആ സമയത്താണ് ഐ തിങ്ക് 2015 or 14, I'm not sure, around my second year of college was when മഹേഷിൻ്റെ പ്രതികാരം ഇറങ്ങി. 2016 or 16. അത് ഞാൻ കണ്ടപ്പോൾ ദൈവമേ ഇത് സാധാരണ നമ്മൾ കാണുന്ന മലയാളം സിനിമകൾ പോലെ അല്ലല്ലോ. ആൻഡ് ബൈ ദെൻ അഞ്ജലി മേനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ. അത് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. പിന്നെയാണ് ദിലീഷ് പോത്തൻ വരുന്നു. പോത്തേട്ടൻ്റെ ഈ സിനിമ കണ്ടപ്പോൾ ലൈക്ക് ഓ ലൈക്ക് ഇറ്റ്സ് സച്ച് എ ലൈക്ക് ഭയങ്കര റൂട്ടഡ് ആണ്, ബട്ട് വെരി ഓക്കെ. ഇറ്റ്സ് സ്റ്റാർട്ടിങ് like just like you don't even know that there's like a story going on, like it's just flowing. പിന്നെ ഒരു അടിപൊളി എൻഡിങ് ഒക്കെ ഉണ്ട്. സോ ഐ ആം ലൈക്ക് ഓക്കെ ദിസ് ഈസ് നൈസ്. ആൻഡ് ദെൻ രാജീവ് സാറിൻ്റെ കമ്മട്ടിപ്പാടം കാണുന്നു. ലൈക്ക് വെയിറ്റ് എ സെക്കൻഡ്, ലൈക്ക് അങ്ങോട്ടേക്കല്ല ഞാൻ പോകേണ്ടത്, ഞാൻ ഇങ്ങോട്ടേക്കാണ് തിരിച്ചു വരേണ്ടത്. ഇവിടെയാണ് ദിസ് ഇസ് വേ ദേ ഹാവിങ് ഫൺ. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്ന ഐ സ്റ്റാർട്ടഡ് അസിസ്റ്റിംഗ്. So yeah, welcome home. Thank you. So it was so much fun chatting with you. I can see the passion. I can see the camaraderie that you have with your team. So good luck for Chatha Pacha. We're really looking forward to it. Thank you so much for chatting with Indywood. So much. Thank you. Thank you.